40 വർഷമായി ഞാൻ ഈ സിനിമാ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കാനും കാണാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു പടത്തിന് വേണ്ടി ഇത്തരം പ്രത്യാശയോട് പ്രതീക്ഷയോട് കാത്തിരുന്ന ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പടം ഇതുവരെ ഉണ്ടായിട്ടുള്ള മലയാളത്തിലുണ്ടായിട്ടുള്ള ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ഇതിലെ പ്രൊഡ്യൂസർ നമ്മുടെ ആൻ്റണിയെ ഞാൻ അനുമോദിക്കുക. കാരണം അവസാന ഘട്ടത്തിൽ ഞാൻ ഈ പടം എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽക്കേ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഓരോ നിമിഷത്തിലും ഈ പടം എങ്ങനെ എന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അറിയാതൊരു സ്നേഹം, ഒരു പ്രേമം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രേമം സാക്ഷാത്കരിച്ചത് അവസാനത്തെ 10 ദിവസം മുമ്പെയാണ്. അപ്പോൾ അത് ഒരു മാറ്റം തന്നെ, ഇത് ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മോഹൻലാൽ, നമ്മുടെ പൃഥ്വിരാജ്. കാരണം ഇന്ന് ലോകത്തിലെല്ലാ മലയാളികളും ആരാധിക്കുന്ന, സ്നേഹത്തോടെ ആരാധിക്കുന്ന, ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരു നായകനാണ് നമ്മുടെ മോഹൻലാൽ. ഏത് വിഷയത്തിലും ഏതായാലും സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കലാപരമായി ഇങ്ങനെയുള്ള ഓൾ ഇൻ ഓൾ ഏത് വേഷത്തിലായാലും അഭിനയിച്ച് ഏറ്റവും നല്ല കയ്യടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. ഞാൻ ആരാധനയെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ആ ആരാധനയാണ് ഈ പടം ഞാൻ അവസാനം മുതൽ എടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് പൃഥ്വിരാജിന്റെ ഫാമിലി ഞാൻ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ വളരെ സ്നേഹത്തിലുള്ളായിരുന്നു. അവരൊരു കുടുംബം തന്നെ ഒരു കലാകുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ഇതിൽ ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഇതിനു വേണ്ടി മാത്രം ചിന്തിച്ചു പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി അതുകൊണ്ടാണ് ഈ പടം ഈ രീതിയിലായത്. അവസാന ഘട്ടം ഞാൻ ചോദിച്ചു, പൃഥ്വിരാജ് ഞാൻ പടം എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം 100% സക്സസ്. അതാണ് അയാളുടെ കോൺഫിഡൻസ് ആണ്. സാധാരണ ഒരു ഡയറക്ടർ പറയാറ്, പക്ഷെ അതും പറഞ്ഞു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സിനിമയിൽ ഞാൻ സിനിമാ ലോകത്തിൽ വന്നതിന് പ്രധാനപ്പെട്ട കാരണം അതിനൊരു ഫാഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പടത്തിൽ മാത്രമല്ല, എൻ്റെ പടത്തിൽ എൻ്റെ തന്നെ ഒരു വിജയത്തിൻ്റെ കാരണം എൻ്റെ ബാക്കിലൊരാളാണ് കൃഷ്ണമൂർത്തി. കാരണം ഇവിടെ എല്ലാവരും കൃഷ്ണമൂർത്തിയെ പറ്റി അറിയാം. കാരണം ആന്റണിയെ കൂടുതൽ ആ വിഷമമുള്ള സമയങ്ങളിൽ സഹായിച്ച, അദ്ദേഹത്തെ എല്ലാ കാര്യത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് കൃഷ്ണമൂർത്തി. ഞാൻ ഈ പടത്തിൻ്റെ വിജയത്തിൽ ഞാൻ ഇതിലൂടെ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. പിന്നെ മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ ടിനോവ, ടൊവിനോ, ഇന്ദ്രജിത്ത് ഞങ്ങള് പല പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് വളരെ അതിൻ്റെ ബാക്കിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നവരെ വളരെ നല്ല അധ്വാനിച്ചിട്ട് നല്ലൊരു പടമാണ് ഇത്. ഇന്ത്യൻ സിനിമയിൽ, അതായത് മലയാളത്തിലെ ആദ്യ ഐമാക്സ് വായിച്ച ഒരു സിനിമ എന്ന രീതിയിലും ഇത്രയും ജനങ്ങൾ ഇന്ന് ലോകത്തിലെ എല്ലാ മലയാളികൾ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു പടം. ഇതിന് പ്രത്യേകമായിട്ട് പറയാനല്ല, ഇത് യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, അതാണ് കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ ഏറ്റവും വിജയകരമായി നടക്കട്ടെ. ഇത് മലയാളികളുടെ ഒരു അഭിമാനമായി മാറും, ലോകത്തിലെ ഏറ്റവും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി മാറും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. താങ്ക് യു സോ മച്ച് സർ. മലയാളികൾക്ക് ഓൾറെഡി അഭിമാനമായി മാറിക്കഴിഞ്ഞു, ഇനി മാറേണ്ടതില്ല. വി ആർ ഓൾറെഡി വെരി പ്രൗഡ്. സാറിന്റെ ആശംസകൾക്കും നന്ദി. ആൻഡ് ഗോപാലൻ സാറിന്റെ ഒരു അഷുറൻസ് കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണല്ലോ, 100% സക്സസ് ആയിരിക്കും എന്നുകൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഐശ്വര്യപൂർവ്വം ഞാൻ മൈക്ക് ആന്റണി സാറിനാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് ഫോർ 25 glorious years of ആശീർവാദ് സിനിമാസ്. രാജോട്ടൻ എന്തോ പറയുന്നുണ്ട്, എന്തോ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. സോ ആന്റണി സാർ, എന്താണ് ഈ ഒരു മൊമെന്റിൽ എല്ലാവരോടും പറയാനുള്ളത്? അതിയായ സന്തോഷം. എമ്പുരാൻ എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് എത്രയോ ദിവസങ്ങൾ മുൻപ് ചിന്തിക്കുകയും ഒരുപാട് വർഷം മുൻപ്, അതായത് ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം മുതൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ.
അപ്പോൾ ഈ ഇങ്ങനെ ഒരു സിനിമ ശരിക്കും സിനിമ നിർമ്മിക്കുന്ന കാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. മോഹൻലാൽ സാറ് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് മോഹിച്ച് അതുപോലൊരു സിനിമ ജീവിതത്തിൽ നിർമ്മിക്കാൻ സാധിക്കണമേ, അങ്ങനെ ഒരു അസോസിയേഷൻ ഏതെങ്കിലും കാലത്ത് സാധിക്കണമേ എന്ന് സ്വപ്നം കണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ. ആ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമായത് പൃഥ്വിരാജുമായിട്ടുള്ള എൻ്റെ സൗഹൃദം തുടങ്ങുന്ന കാലം മുതൽ ഞാൻ ആ സ്വപ്നത്തിലേക്ക് കൂടുതൽ ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആദ്യ സിനിമയിൽ ശ്രമിച്ചു. പക്ഷെ ആ ശ്രമങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തുന്ന ഒരു സിനിമയിലേക്ക് വീണ്ടും യാത്ര ചെയ്യണമെന്ന് ചിന്തിച്ചാണ് ശരിക്കും എന്നേക്കാൾ അതുപോലൊരു സ്വപ്നം ഞാൻ മനസ്സിലാക്കുന്നു രാജുവിനുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ശരിക്കും പൃഥ്വിരാജന് എന്താണോ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലാതെ ഞാൻ തിരിച്ച് ഒരു രീതിയിലും ഞാൻ മാറി നിൽക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തു. അപ്പോൾ ഈ എൻ്റെ സ്വപ്നങ്ങളെ നിറവേറ്റിത്തരാൻ എനിക്ക് മോഹൻലാൽ സാറും ഞാനുമായിട്ട് എൻ്റെ മനസ്സിൽ ലാൽ സാറിനെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നിറവേറ്റിത്തരാൻ എനിക്ക് രാജു തന്ന ആ സൗഹൃദത്തിൽ നിന്നുള്ള ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇപ്പോൾ ലോകമെമ്പാടും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പോലെയാണ്, നമ്മൾ ഇതിക്ക് മുൻകാലങ്ങളിൽ കാണാത്ത പോലെയാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന് സ്വീകാര്യത റിലീസിന് മുൻപ് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം എൻ്റെ സ്വപ്നം സഫലമാക്കി തരും നാളെ എന്ന ദിവസം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഇപ്പോൾ ഗോകുലം ഗോപാലൻ സർ എനിക്കൊരു സങ്കടം എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ വന്ന് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനുള്ളിലായിരിക്കാം എനിക്ക് എൻ്റെ സങ്കടങ്ങൾക്ക് അതായത് എന്നെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഒരു പ്രചോദനമായി എൻ്റെ ബാക്കിലൂടെ ഉണ്ട്. അത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഞാൻ ഈ സമയം കൃഷ്ണമൂർത്തിയെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു, അതിയായ സ്നേഹത്തോടെ എൻ്റെ ഒരു സ്നേഹം അറിയിക്കുന്നു. മോഹൻലാൽ സാർ എൻ്റെ എന്താ പറയേണ്ടതെന്ന് എപ്പോഴും എനിക്ക് ലാൽ സാറിൻ്റെ പേര് പറയുമ്പോൾ എന്ത് തുടർന്ന് പറയണമെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു നിമിഷം എനിക്കുണ്ടാവും. എൻ്റെ യാത്രയിൽ ഞാൻ അതായത് ശരിക്കും ഞാൻ രാജുവിനെ ചേർത്ത് പറയുന്നു, ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നു. അതിൽ മോഹൻലാൽ സാറാണ് ഉള്ളത് എന്നുള്ളത് എന്നെ അതിയായ സ്നേഹിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 3 പേരും യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ടോബി എല്ലാവരെയും, മഞ്ജു എല്ലാവരെയും, ഇന്ദ്രജിത്ത്, ഞാൻ എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ വരാത്തവരെയും ഓർക്കുന്നു. എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. കാരണം 2 വർഷത്തെ അധ്വാനമാണ്. 2 വർഷം രാജു മുന്നിൽ പോവുകയും തൊട്ട് ചേർന്ന് നിന്ന് നമ്മൾ പുറകിൽ പോവുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാം ഹാപ്പിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാൽ സാർ, ദൈവം നാളെ എൻ്റെ സ്വപ്നങ്ങൾ നടത്തിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. അതേ പ്രാർത്ഥനയോടെ അതേ വിശ്വാസത്തോടെ തന്നെയാണ് നമ്മൾ ഓരോ മലയാളി പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. 27-ാം തീയതി ആകാനുള്ളൊരു കാത്തിരിപ്പാണ്. ആൻഡ് ദ ടൈം ഈസ് ഓൾമോസ്റ്റ് ഹിയർ യെറ്റ്. ആൻഡ് ഓൺ ദാറ്റ് നോട്ട് അടുത്തതായി ഞാൻ മൈക്ക് എംപുരാനിലെ ഗോവർദ്ധൻ കൊടുക്കുകയാണ്. ആൻഡ് ഐ ഹാവ് ജസ്റ്റ് 1 ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീഫൻ നെടുവള്ളി ആരാണെന്നൊരു ക്ലൂ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് ഗോവർദ്ധനിലൂടെയാണ്. ഈ ഒരു മൊമെന്റിൽ അതുപോലെ എന്തെങ്കിലും ഒരു ക്ലൂ, എന്തെങ്കിലും ഒരു ഹിന്റ് ഗോവർദ്ധനായിട്ട് സംസാരിക്കാൻ ഇസ് ഇറ്റ് പോസിബിൾ? ഇനിയിപ്പോ കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ എല്ലാ ക്ലൂകളും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഏതായാലും ഈ ഒരു കഥ തുടങ്ങി വെച്ച ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ചേട്ടൻ സൂചിപ്പിച്ച പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഇന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് 2-3 സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു അവരെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ ജർമ്മനിയിൽ നിന്ന് വരികയാണ്. ജർമ്മനിയിൽ നിന്ന് ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വീക്കെൻഡിനായിട്ട് വന്നതാണ് ചേട്ടാ, ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ജർമ്മനിയിലൊക്കെ സിനിമ റിലീസ് ആവുന്നുണ്ടോ? അല്ലല്ല, ഇവിടെ വന്ന് ഈ ഉത്സവത്തിനിടയിൽ ഇതിൻ്റെ ഒരു ഭാഗമായി ഈ സിനിമ കാണാൻ അതിനുവേണ്ടി വന്നതാണ്, തിങ്കളാഴ്ച തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ശരിക്കും ഭയങ്കര ഒരു വണ്ടറാണ്. ശരിക്കും ഞങ്ങളൊക്കെ വിചാരിച്ചതിന് ഒരുപാട് അപ്പുറം
ഈ ഒരു സിനിമ ഇപ്പം തന്നെ വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമ എത്തുകയാണ്. ഒരു ഗംഭീര വിഷ്വൽ സ്പെക്ടക്കിൾ ഒരുക്കാൻ പൃഥ്വി ശ്രമിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഗംഭീര പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. ഞങ്ങളെല്ലാവരും ലൂസിഫർ കഴിഞ്ഞ് എംബ്രാൻ വരികയാണ്. വി ആർ ഓൾ വെയിറ്റിംഗ് വിത്ത് ബേറ്റഡ് ബ്രെത്ത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ സിനിമ തിയേറ്ററിലെത്തും. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ജർമ്മനിയിൽ നിന്ന് ആളുകൾ സിനിമ കാണാൻ നാട്ടിലെത്തി എന്ന് പറഞ്ഞതുപോലെ ഓൺലൈനിൽ നമ്മൾ കണ്ടിരുന്നു. കൊച്ചിയിൽ ഒരു ഓഫീസിൽ എല്ലാവർക്കും ലീവ് കൊടുത്തിരിക്കുകയാണ് 27th. ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ ബാംഗ്ലൂരിലെ കോളേജിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് എംപുരാന്റെ റിലീസിനോടനുബന്ധിച്ച് കാണുന്നത്. ദാറ്റ്സ് സോ ഗ്രേറ്റ് ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ്, ലൈക്ക് യു സെഡ്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്. സോ മൂവിംഗ് ഓൺ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സൂപ്പർ ഹീറോ. അങ്ങനെ തന്നെ പറയാമല്ലേ? യെസ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൂസിഫർ ഇറങ്ങിയതിനു ശേഷം ചോവി തന്നെ പറയുകയുണ്ടായി, പിന്നീട് ഒരുപാട് കാലം സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് മുണ്ടെടുക്കാൻ എന്ന ഡയലോഗ് പറയിപ്പിക്കാനാണ്. സോ ഇനി എമ്പുരാന് ശേഷം ആ ഡയലോഗ് മാറി പുതിയ ഡയലോഗ് ആകുമോ? യെസ്, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. ഈ ഒരു സിനിമയുടെ മാത്രമല്ല, ലൂസിഫറിന്റെ ഭാഗമാവാൻ സാധിച്ച് ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിൽ വരാൻ പറ്റിയത്. ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞ പോലെ ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല. ഈ സിനിമയുടെ വിഷ്വൽസും അതായത് ട്രെയിലറും ടീസറും ഒക്കെ വന്നതിന് ശേഷം ഈ സിനിമയിലുണ്ടായ ഒരു വിശ്വാസവും ഇതിനു മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ്. അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് ഗോപാലൻ സാർ എൻ്റെ പേര് തെറ്റി വിളിക്കുന്നത്. ഞാൻ താമസമല്ല, സത്യമായിട്ട് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കുറേ നാളുകളായിട്ട് നമ്മൾ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഒരുമിച്ച് ഈ സിനിമയിലൂടെ അത് സംഭവിച്ചു. അതിൽ വലിയ സന്തോഷം. വളരെയധികം സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ആഗ്രഹിച്ചിട്ടല്ലേ നാട്ടിൽ നിന്ന് പോയത്. സിനിമ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് പോയ ആളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹമുണ്ട്. വലിയ സന്തോഷം. ആന്റണി ചേട്ടനും ലൂസിഫറിന്റെ സമയം മുതൽ ഞങ്ങളിങ്ങനെ സമയം കിട്ടും, ഇങ്ങനെ കുറേ സമയം സംസാരിച്ചിരിക്കും. എന്നെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും കോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ചേട്ടനെ പോലെ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരാളാണ്. ഒപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കല്ലുപോലെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത്ര എളുപ്പമല്ല. ഈ സിനിമ അത്യാവശ്യം വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട, പലപ്പോഴും പതറിപ്പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും പതറിപ്പോകാതെ കല്ലുപോലെ നിന്ന ആന്റണി ചേട്ടൻ. അപ്പോൾ വീണ്ടും ഒരു സിനിമ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ദിരേട്ടൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 2-3 സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എപ്പോൾ കണ്ടാലും ആ ഒരു സ്നേഹവും മമത്വവും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ ഒരവസരം കിട്ടിയാലും ഞാൻ വിടാതെ പിടിക്കുന്ന ഒരാളാണ്. ഇന്ദിരേട്ടൻ്റെ കൂടെയും പിന്നെയും ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം. മഞ്ജു ചേച്ചി, ഞാൻ കുറച്ച് നേരത്തെ വേറൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ സിനിമയിലും ഞങ്ങൾ സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ആ സിനിമയിലും ഉണ്ടായിരുന്നു. ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പം ഉണ്ടായിരുന്നതാണ്. വീണ്ടും ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. വലിയ സന്തോഷം. പിന്നെ രാജുവേട്ടനെ പറ്റിയിട്ട് ഞാൻ പൊക്കി പറയുന്നതാണ് എന്ന് എല്ലാവരും പറയാൻ സാധ്യതയുണ്ട്. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ കരിയറിലെ പല നിർണായക ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും ഒക്കെ എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ള, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ 7th Day എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത്. ഇത് 2014 അപ്പോൾ ആ സമയത്ത് അദ്ദേഹവുമായിട്ട് രാജുവേട്ടനായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്.
ഈ സിനിമ നമുക്ക് ലിമിറ്റില്ലാതെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും സിനിമ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കണമെന്നല്ല, കുറച്ചും കൂടെ വലിയ രീതിയിൽ ചിന്തിക്കണമെന്നും ഒക്കെയുള്ള ആ ഒരു ചിന്ത എന്നിൽ ആദ്യമായിട്ടുണ്ടാവുന്നത് രാജുവേട്ടനായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ്. അന്ന് 7th grade ഷൂട്ടിൻ്റെ സമയത്ത്. അതിനുശേഷം എന്നും എൻ്റെ പോവുകയും ചെയ്തു. ആ സമയത്തും സിനിമയുടെ റിലീസിൻ്റെ അന്ന് ഞാൻ രാജുവേട്ടന് മെസ്സേജ് അയച്ചു, ചേട്ടാ ഒരുപാട് സന്തോഷം, സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര നല്ല റെസ്പോൺസാണ് സിനിമയ്ക്കും, എൻ്റെ പെർഫോമൻസ് നല്ലതാണെന്ന് പറയുന്നുണ്ട്, സന്തോഷം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത്, നിനക്ക് ഇനി വരുന്നതൊക്കെ നായക വേഷങ്ങളായിരിക്കും, നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്തതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ, അപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലേ ഇനി തുടർന്ന് വരിക. അപ്പോൾ പുള്ളി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുതൽ പിന്നീട് എനിക്ക് വന്നതിൽ ഒരു 90% എനിക്ക് വന്നിട്ടുള്ളത് ലീഡ് റോളിലാണ്. അതെന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി, പുള്ളിക്ക് അത് അന്നേ മനസ്സിലായി. അതിനുശേഷം ഇപ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ വന്നാൽ ഞാൻ ആദ്യം വിളിച്ച് ഉപദേശം ചോദിക്കുന്ന ആളും രാജുവേട്ടനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഇതുപോലൊരു സിനിമ ഇങ്ങനെ മൗണ്ട് ചെയ്ത് അത് മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് കൊണ്ടുവരാനായിട്ട് അതിന് ഒരുപാട് ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നു രാജുവേട്ടൻ ലൊക്കേഷനിൽ അത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, ഇത്രയും വലിയ ക്രൂവും ഇത്രയും സെറ്റപ്പും ഒക്കെ ഉണ്ടായിട്ട് ഇതിനെ എങ്ങനെയാണ് സിംഗിൾ ഹാൻഡഡ്ലി അത് ക്യാരി ചെയ്ത്, അത് അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ്. അത് ഞാൻ എപ്പോഴും അസൂയയുടെ നോക്കി നിന്നിട്ടുള്ളതാണ്. ഭയങ്കര അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ്. അത് മാത്രം മതി സിനിമ ചെയ്യാൻ എന്ന് ചിലപ്പോൾ തോന്നും. അപ്പോൾ വീണ്ടും ഈ സിനിമയിലും എന്നെ ഭാഗമാക്കിയതിൽ ഒരുപാട് നന്ദി. ഈ സിനിമയുടെ ചില സീനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് പണ്ടത്തേനേക്കാൾ അഭിനയം മെച്ചപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ വലിയൊരു അംഗീകാരമായിട്ട് പഠിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ലാലേട്ടൻ തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുള്ളത് 2014 കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ്. ഞങ്ങൾ ഒരു സീനിലെങ്കിലും കുറച്ച് സീനുകളുണ്ടായിരുന്നു അതിനകത്ത് ഒരുമിച്ച് അഭിനയിക്കാനായിട്ട്. അന്ന് അതിൻ്റെ മുമ്പിൽ ലാലേട്ടൻ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ, അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളാകെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവിടെ ഞങ്ങൾ അഴീക്കോട് ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരുന്നത്. അന്ന് ജനക്കൂട്ടം കാരണം കൊണ്ട് ലാലേട്ടന് ലൊക്കേഷനിലേക്ക് കയറി വരാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിന്ന് ഞങ്ങളൊരു സീനൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ മുമ്പിൽ ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത്, ധാരാണ് നിൽക്കുന്നത്. ഞാൻ ലാലേട്ടൻ്റെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം എൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ, ആരും മംഗലശ്ശേരി നീലകണ്ഠനാണോ, അതല്ലെങ്കിൽ ദാസനും മറ്റേ നമ്മുടെ നാടോടിക്കാറ്റിലെ അങ്ങനത്തെ ഏത് ക്യാരക്ടറാണ് എന്നുള്ളത്, അങ്ങനത്തെ ഒരു ചിന്തയാണ് ഫസ്റ്റ് സാധാരണ മലയാള പ്രേക്ഷകൻ എന്നുള്ളതിലേക്ക് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായത്. അവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ലൂസിഫറിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എമ്പുരാനിൽ ഒരു കോമ്പിനേഷൻ സീൻ കിട്ടുന്നു. ആ കോമ്പിനേഷൻ സീൻ കിട്ടുമ്പോൾ ഞാനും ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് 47 വർഷമായി. ഇപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന, ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ഒരുപാട് പ്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോട് എപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതിയും ആ ഒരു എന്താ പറയുക, ആ ഒരു ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒന്നാണ്. ഇതിനകത്ത് തന്നെ എൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ ക്യാമറയുടെ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. ക്ലോസപ്പിൻ്റെ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, ആ സ്ഥാനത്ത് ക്യാമറയാണ് ഉണ്ടാവുക. പക്ഷെ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ മുന്നേ ഞാൻ നിൽക്കണം എന്ന് ചോദിച്ചു. പറഞ്ഞു, ചേട്ടൻ നിന്നാൽ സന്തോഷം, നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളി ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ ലെൻസിന്റെ സൈഡിൽ തല കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ലാലേട്ടനെ മുഖത്ത് നോക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനൊരു ഡെക്കറേഷനത്തിൽ നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത്. അതിന്റെ ഗുണം ആ പെർഫോമൻസിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഭയങ്കര സന്തോഷം തോന്നുന്നു അങ്ങനെ ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിലും ഇത് ഗംഭീര വിജയമായിരിക്കും എന്ന് ഞാൻ ഏകദേശം എൻ്റെ മനസ്സിലെനിക്ക് ഉറപ്പുണ്ട്. ഇനി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നാളെ രാവിലെ ഈ സിനിമ കാണാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സിനിമയോടൊപ്പം ജതിൻ രാംദാസിന്റെ മാസ് ഡയലോഗ്സ് കേൾക്കാൻ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാവുന്നതാണോ മാസ് ഡയലോഗ്? യെസ്, ഓൾ റൈറ്റ്. സോ താങ്ക് യു സോ മച്ച്.
ആൻഡ് നൗ എമ്പുരാനിലെ ബ്രദർ സിസ്റ്റർ ഡുവോലെ ബ്രദറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഒരു കംപ്ലീഷൻ പോലെ ഇനി സിസ്റ്ററിന്റെ വാക്കുകൾ കേൾക്കണം അല്ലേ? സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം പ്രിയദർശിനി രാംദാസ് ഓർ അവർ വെരി ഓൺ മഞ്ജു ചേച്ചി. സോ മഞ്ജു ചേച്ചി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കരിയറിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറാണ് പ്രിയദർശിനി രാംദാസ് എന്ന്. സോ കമ്മിങ് ടു എമ്പുരാൻ, ഹൗ ഇസ് ഷീ? ഒരു കാര്യം നമുക്കറിയാം, ഷീ ഈസ് ഗെറ്റിംഗ് വെരി യങ്. സോ യെസ്, സോ പ്ലീസ് മഞ്ജു ചേച്ചി എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അമിൻ പറഞ്ഞത് പോലെ എൻ്റെ അഭിനയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒരുപക്ഷെ ലൂസിഫർ എന്ന സിനിമയായിരിക്കും. ലൂസിഫർ എന്ന സിനിമയുടെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്ന സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്നു, ലാലേട്ടൻ നായകനായി അഭിനയിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ രാജുവിൻ്റെ കൂടെ ഞാൻ ഒന്നിച്ച് അഭിനയിച്ച ഒരു പരിചയം എനിക്കില്ല, ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ രാജുവിനെ കുറിച്ച് അറിയാവുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു. അതായത് രാജുവിന് സിനിമയോടുള്ളൊരു പാഷനും സിനിമയെക്കുറിച്ചുള്ളൊരു അറിവും അതൊക്കെ സാധാരണ പോലെയല്ല, അതിലൊക്കെ എത്രയോ വലുതാണ് എന്നറിഞ്ഞിരുന്നു. അപ്പോൾ ആ രാജു സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും കാണാൻ ഞാൻ കൊതിച്ചിരിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ. ഇങ്ങനൊരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ദൈവമേ, ആ ഒരു സിനിമയിൽ ഒരു ഭാഗമാവാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം പോലെ ആ സിനിമയിൽ ഭാഗമാവുകയും ലൂസിഫറിലെ പ്രിയദർശിനി രാംദാസ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. രാജു എന്ന സംവിധായകനെ വളരെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആരാധനയോടെ കണ്ടറിഞ്ഞ അങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയ ഒരു സിനിമയായിരുന്നു ലൂസിഫർ. ലാലേട്ടനോടൊപ്പം ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം അളവിൽ കവിഞ്ഞ സ്നേഹം പ്രേക്ഷകർ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനവും എന്നെ സംബന്ധിച്ച് വളരെ വിലയേറിയതാണ്. അപ്പോൾ ലൂസിഫർ എന്ന സിനിമയിലും ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയിലും ആ യാത്ര വളരെ സന്തോഷത്തോടെ തുടരുകയാണ്. അപ്പോൾ ഇത്തരം ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ സംഭവിക്കുന്നതും വളരെ അപൂർവമായിട്ടാണ്. അങ്ങനെയുള്ള സിനിമകളിൽ ഏറ്റവും വലിയ ശക്തിയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നതും അതിലും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് സംഭവിച്ചത് ഈ ഒരു ലൂസിഫർ ഫ്രാഞ്ചൈസിലാണ്. എന്നെ പ്രിയദർശിനി എന്ന കഥാപാത്രം എൻ്റെ കൈകളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച രാജുവിനും മുരളിക്കും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ഒപ്പം എന്നും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുള്ള ലാലേട്ടനോടും എനിക്ക് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഇത് അർഹിക്കുന്ന ഒരു വലിപ്പവും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരു മടിയുമില്ലാതെ ഏറ്റവും പൂർണ്ണ മനസ്സോടെ ഒപ്പം നിന്ന് ചെയ്തിട്ടുള്ള ആന്റണി ചേട്ടനെ പോലെ, ഗോകുലം ഗോപാലൻ സാറിനെ പോലെയുള്ള വലിയ നിർമ്മാതാക്കളുടെ ശക്തി ഈ നൽകുന്ന ശക്തി ഈ സിനിമയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇന്ദ്രനും ടോവിയൊക്കെ ഞങ്ങൾ കോ ആക്ടേഴ്സ് എന്നതിലുപരി വളരെ അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഈ പ്രൊമോഷൻ്റെ യാത്രകളും ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഒക്കെ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. എനിക്ക് ഒന്നാണ് ആത്മാർത്ഥമായ മനസ്സ് നിറഞ്ഞ് പറയാനുള്ളത്. ലാലേട്ട, രാജു, ആന്റണി ചേട്ട, ഗോപാലൻ സർ, മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വലിയ സ്വപ്നങ്ങൾ കാണുകയും മുന്നിട്ടിറങ്ങി ധൈര്യത്തോടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നതിന് സിനിമയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ലൂസിഫർ എന്ന സിനിമ പോലെ അതിനേക്കാളേറെ എമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന പൂർണ്ണ പ്രതീക്ഷയുണ്ട്. നാളെ എല്ലാവരും സിനിമ കണ്ട് ആസ്വദിക്കുക. താങ്ക് യു. നോ ഡൗട്ട് ദാറ്റ് എമ്പുരാൻ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും എന്നുള്ളതിൽ എത്ര വട്ടം തിയേറ്ററിൽ പോയി കാണും എന്നുള്ളത് മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ചേച്ചി. നമ്മളെല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിലകൊള്ളുന്നതിലും വി ആർ ട്രൂലി ഗ്രേറ്റ്ഫുൾ. ആൻഡ് മൂവിങ് ഓൺ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇനി നമ്മളോട് സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളിൽ ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഒരു പേര് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തതാണ് മുരളിച്ചേട്ടൻ്റെ പേര്. മുരളിച്ചേട്ടൻ ഈ പറഞ്ഞതുകൊണ്ട് എനിക്കിങ്ങനെ ആളുകളുമായിട്ട് സംസാരിച്ചിരിക്കാനും നന്നായി സംസാരിക്കുന്നവരെ കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുരളിച്ചേട്ടനാണെങ്കിലും എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ആളാണ്, ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഈ രണ്ടുപേരും കൂടിയിട്ടാണ് അന്ന് പണ്ട് നമ്മൾ ഇതിൻ്റെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ക്യാരക്ടർ പറഞ്ഞു തരുന്നത്. അതിനുശേഷവും എപ്പോഴും മുരളിച്ചേട്ടനാണ് നമ്മൾ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും ഈ ക്യാരക്ടറിൻ്റെ കുറച്ച് ഡീപ്പർ ഒരു സൈഡ് എനിക്ക് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത്. മുരളിച്ചേട്ടനെ മെൻഷൻ ചെയ്യാതെ ഞാനിവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. മുരളിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇനി തുടർന്ന് വർക്ക് ചെയ്യാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ മുരളിച്ചേട്ടൻ ഇവിടെ ഇന്ന് വന്നിട്ടില്ല, പക്ഷെ എന്നാലും മുരളിച്ചേട്ടനോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. So now it's complete അല്ലേ? Yes, thank you so much once again. അപ്പോൾ ഇനി മൈക്ക് നമ്മുടെ ചോയുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം രാജുവേട്ടന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. രാജുവേട്ട, തുടക്കത്തിൽ ഞാൻ ചോദിച്ചിരുന്നു ഹൗ ആർ യു ഫീലിംഗ്
പക്ഷെ രാജുവേട്ടൻ ഒരു തലയാട്ടലിൽ ആൻസർ ഒതുക്കി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് us ഇപ്പോൾ നാളെ ചിത്രം തിയേറ്ററിലേക്ക് എത്താണ്. വാട്ട് ഈസ് ദി എക്സാക്ട് ഇമോഷൻ ഇൻ യുവർ മൈൻഡ്? നെർവസ്നെസ്, എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ്, എന്താണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ? വലിയ സന്തോഷം. ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഞാൻ ഈ സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൺസീവ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട്. അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല തടസ്സങ്ങളുണ്ടായിരുന്നു. നമുക്കൊരുപക്ഷെ ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സത്യത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. അതിന് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. ഒന്ന് എൻ്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂർ, ശ്രീ ഗോകുലം ഗോപാലൻ സർ, കൃഷ്ണമൂർത്തി, ഗണേഷ് ഇവിടെ ഉണ്ടോ? ഗണേഷ് പിള്ളെ, ഇങ്ങനെ എന്നോടൊപ്പം നിന്ന് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന് ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഞങ്ങൾ കഴിയുന്ന വിധം എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കാനുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയൊരു വിസിബിലിറ്റിയും ട്രാക്ഷനും തന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് നന്ദി എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട്. ഈ സിനിമയെ ഇത്ര വലിയൊരു ആഘോഷമാക്കി മാറ്റി ഇതൊരു ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് ആ സിനിമയെക്കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നിർത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇതുപോലെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇത് മാറില്ലായിരുന്നു. ഒരു ചെറിയ സിനിമയാണ്. പിന്നെ എനിക്കിതിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ വാചാലമായി ഈ സിനിമയെക്കുറിച്ചും സിനിമയുടെ കൺസെപ്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ്. നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഞാൻ വെറും എൻ്റെ 3ാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിൻ്റെ റിലീസ് കാത്തു നിൽക്കുന്ന, ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ്. ഇപ്പോഴും ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഏതോ മുജ്ജന്മ സുഹൃതം എന്നായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളി ഗോപിയോടാണ്. എൻ്റെ ബ്രദർ, എൻ്റെ റൈറ്റർ, മൈ കോ ക്രിയേറ്റർ. ഞാൻ സംവിധായകനാകാൻ കാരണം ശ്രീ മുരളി ഗോപിയാണ്. അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞിട്ട് ഇത് രാജു സംവിധാനം ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംഭവിക്കുന്നത്. അവിടെ നിന്ന് എന്നിലെ സംവിധായകനിൽ വിശ്വാസം അർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയതിൽ മുരളിയുടെ പങ്ക് വളരെ വലുതാണ്. 2, ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം വട്ടുള്ള മറ്റൊരാൾ ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. ആ കോൺഫിഡൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമ്പാവൂരാണ്. എന്നേക്കാൾ വട്ടനാണ്. സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. അങ്ങനെ ഒരാളെ എൻ്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവത്തോട് നന്ദി പറയുന്നു. ലാലേട്ടൻ, ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ്. അദ്ദേഹം എൻ്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നതും. ലൂസിഫറിന്റെ 2ാം ഭാഗം ആയ എമ്പുരാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിന് ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല കേട്ടോ എന്നായിരുന്നു. കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി, ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ബിൽഡപ്പ് ആയിരുന്നു ലാലേട്ടനോടും ശ്രീ ആന്റണി പെരുമ്പാവൂരിനോടും. ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട്, ഒന്ന് പ്രിപ്പയർഡ് ആകണം, നമ്മളൊന്ന് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിൽ പോയി അവിടെ ലാലേട്ടനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഒരു 50% വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന്. പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ എൻ്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ, ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനീളം, എൻ്റെ നറേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ്. ഒരു 6 മണിക്കൂറോളം എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത്.
ആ ഒരു 6 മണിക്കൂർ ദൈർഘ്യമുള്ള നറേഷൻ കേട്ട 2 വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമ്പാവൂരുമാണ്. അപ്പോൾ ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി മോനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് ഈ സിനിമ ഓണാകുന്നത്. അപ്പോൾ ലാലേട്ട, താങ്ക് യു സോ മച്ച് എന്നോടൊപ്പം നിന്നതിന്, എന്നിൽ എപ്പോഴും ഇത്രയും വിശ്വാസം കാണിക്കുന്നതിന്, പലപ്പോഴും എനിക്ക് പോലും എന്നിലില്ലാത്ത കോൺഫിഡൻസ് എന്നിലുണ്ടായതിന്. ഇനിയും തരണേ ഡേറ്റ്. ഗോപാലൻ സർ, ഞാനങ്ങനെ വലിയ രീതിയിൽ നിമിത്തങ്ങൾ, കോയിൻസിഡൻസസ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ എന്നെ വിശ്വാസം വെച്ച് പുലർത്താത്ത ഒരാളാണ്. പക്ഷെ ലൈഫിൽ എന്തെങ്കിലും നിമിത്തവും കോയിൻസിഡൻസും ഇവൻച്വാലിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് 10-12 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പാതിരാത്രിയാണ്. ശ്രീ ആന്റണി പെരുമ്പാവൂരും ഞാനും ആദ്യം ഈ സിനിമയുടെ ഒരു സഹനിർമ്മാതാവായിട്ട് സമീപിക്കുന്ന ആൾ ശ്രീ ഗോപാലൻ സാറാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു തെറ്റിപ്പിരിയലൊന്നും ആയിരുന്നില്ല. സാറ് പറഞ്ഞ പോലെ അതിനുശേഷം എപ്പോൾ സാറിനെ വിളിച്ചാലും, നമ്മൾ യാദൃശ്ചികമായി സംസാരിക്കാൻ ഇടയായാലും, കൃഷ്ണമൂർത്തി എന്നെ കാണാനിടയായാലും, എങ്ങനെ പോകുന്നു ഷൂട്ടിംഗ്, എന്തായി, എവിടം വരെ എത്തി എന്നുള്ള അന്വേഷണങ്ങൾ എപ്പോഴും സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ നിമിത്തമായിരിക്കും കറങ്ങിത്തിരിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം ഇത് ഒരു ഗോകുലം ആശീർവാദ് സിനിമയായി തന്നെ സിനിമാ പ്രേമികൾക്ക് മുന്നിൽ എത്തണം എന്നുള്ളത് ഒരു നിമിത്തമായിരിക്കും. അപ്പം അതിന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സാർ ഇത്രയും വലിയൊരു തീരുമാനമെടുത്ത് ഈ സിനിമയിലും എന്നിലും ഈ ടീമിലും കാണിച്ച വിശ്വാസത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എല്ലാവരും കളക്റ്റീവായിട്ട് വലിയ രീതിയിൽ സ്വപ്നം കണ്ട ഒരു സിനിമയാണത്. ഇത് ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി, മഞ്ജു പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. നാളെ 27-ാം തീയതി ആ പ്രതീക്ഷകൾക്കൊത്ത് ഞങ്ങൾക്ക് ഉയരാൻ സാധിച്ചാൽ ഒരുപാട് പുതിയ വാതിലുകൾ, ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമായേക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ, അങ്ങനെ ഒരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടട്ടെ എന്നും ഈ സിനിമയുടെ വിജയത്തിൽ നിന്ന് ഇനി ഒരുപാട് സ്വപ്നം കാണാനും ഒരുപാട് വലിയ രീതിയിൽ സിനിമയെക്കുറിച്ച് ചിന്തിക്കാനും എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ അതിന് അർഹതയുള്ള എത്രയോ സംവിധായകർക്കും തിരക്കഥാകൃത്തുകൾക്കും കഴിയട്ടെ. അവർക്ക് അതിനുള്ള ധൈര്യം വരട്ടെ. അവർക്കും ഉണ്ടാകട്ടെ ഒരു ആന്റണി പെരുമ്പാവൂർ, ഒരു ഗോകുലം ഗോപാലൻ, ഒരു മോഹൻലാൽ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കാസ്റ്റ്, എൻ്റെ ടീം ഓഫ് ആക്ടേഴ്സ്, ഒരു സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ് ഞാൻ കാണുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ ലെജൻഡറി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാസ്റ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിനെ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിലാണ്. എൻ്റെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് വലിയ ഷോട്ടുകൾക്കോ വലിയ എക്സ്പ്ലോഷൻസിനോ ഹെലികോപ്റ്റർ പറക്കുന്നതിനോ ഒന്നുമല്ല. എൻ്റെ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മനോഹരമായ ക്ലോസപ്പുകൾക്കാണ്. ആ ക്ലോസപ്പുകളിൽ എൻ്റെ കഥാപാത്രങ്ങളെ എനിക്ക് തിരിച്ച് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ നന്നായി തിരിച്ചു തന്ന എൻ്റെ നടീനടന്മാരോട് ഒരുപാട് നന്ദി എനിക്കുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ്. ഞാൻ ഈ സിനിമയുടെ ടീസർ ലോഞ്ചിൽ പറഞ്ഞാണ്, എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നത് ഒരു വേൾഡ് ക്ലാസ് ടീമാണ്. ലോകത്തിലെ ഏത് ഭാഗത്ത് പോയി ഏത് ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എത്ര വലിയ സിനിമയും കൺസീവ് ചെയ്യാൻ മാത്രം സ്കില്ലും കഴിവും ടെമ്പർമെൻറ്റും ഉള്ള ഒരു ടീം എന്നോടൊപ്പം ഉണ്ട്. എൻ്റെ ക്യാമറമാനിൽ തുടങ്ങി അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ക്രിയേറ്റീവ് ഡയറക്ടർ, ആർട്ട് ഡയറക്ടർ, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂം ഡിസൈനർ, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, എൻ്റെ പ്രൊഡക്ഷൻ ബോയ്സ്, യൂണിറ്റ് ബോയ്സ്, എൻ്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ ഈ സിനിമയുടെ മുകളിൽ എനിക്ക് എന്ത് ഓണർഷിപ്പ് ഉണ്ടോ അതേ ഓണർഷിപ്പ് അവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. എന്നോടൊപ്പം നിന്നതിന്, എൻ്റെ സിനിമയെ ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിച്ചതിന്, ഈ സ്വപ്നം എന്നോടൊപ്പം കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി. നാളെ ഞങ്ങളുടെ ഈ വലിയ എഫേർട്ടിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. സ്വപ്നം കണ്ട ദിവസം നാളെ അടുത്തെത്തിയല്ലേ. രാജുവേട്ട, ഒരു കാര്യം കൂടെ, സമയം ലഭിച്ചതാണ്, ബട്ട് സ്റ്റിൽ ഐ എം വെരി എക്സൈറ്റഡ് ടു ആസ്ക് യു ദിസ്. ഇപ്പോൾ പ്രോഗ്രാമിൽ സ്റ്റേജിലേക്ക് വിളിച്ചാലും നമ്മളൊരു ഹൈപ്പ് ഇൻട്രോ കൊടുക്കുമ്പോൾ രാജുവേട്ടൻ താഴെ നോക്കി ചിരിച്ചിരിക്കാറാണ് പതിവ്. എസ്പെഷ്യലി
കുറേ കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതും അതാണ്. ആൻഡ് 10-16 വർഷം മുന്നേ മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ ആകണമെന്ന് പറഞ്ഞ വീഡിയോ ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു ആർ ദാറ്റ് റിയലി നൗ. എന്ത് ചോദിച്ചാലും മാസ് റിപ്ലൈ മാത്രം തരുന്ന രാജുവേട്ടനോട് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഹൗ വുഡ് യു ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? മേ ബി രാജുവേട്ടൻ്റെ ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരു മാസ് റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഹൗ വുഡ് യു ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? രാജുവേട്ടൻ എങ്ങനെയായിരിക്കും രാജുവേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിലേക്ക് ഞാൻ എത്തി എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എത്തിയിട്ടില്ല. മാസ് റിപ്ലൈ പ്രതീക്ഷിച്ചു, അത് തന്നെ കിട്ടി. ഐ എം ഹാപ്പി, ഐ എം വെരി വെരി ഹാപ്പി. സോ താങ്ക് യു സോ മച്ച് രാജുവേട്ട. അപ്പോൾ നാളെ നമുക്ക് സിനിമ തിയേറ്ററിൽ കണ്ട് വിൽ ബി സോ എക്സൈറ്റഡ് ടു വാച്ച് ദാറ്റ്. സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. എമ്പുരാൻ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതിൽ വി ആർ ട്രൂലി ഗ്രേറ്റ്ഫുൾ ടു യു. താങ്ക് യു വെരി മച്ച്. യെസ്. So now coming to the most important part, ladies and gentlemen, മൈക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി ഏറ്റവും ആദരവോടു കൂടി നമ്മൾ ഇത്രയും നേരം കേൾക്കാൻ കാത്തിരുന്ന വാക്കുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മൈക്ക് ഞാൻ നമ്മുടെ സ്വന്തം ലാലേട്ടന് ഹാൻഡ് ഓവർ ചെയ്യാണ്. ലാലേട്ട, ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഐ ഹാവ് എ റിക്വസ്റ്റ്. Can I give you a shake hand, please? Yes. Thank you so much. സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഞാൻ വന്നപ്പോഴേ ഇത് പ്രതീക്ഷിച്ചു. ഇത്രയും അടുത്ത ലാലേട്ടനെ കാണുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി, അബ്രാം ഖുറേഷി, എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ ഇഫ് യു ക്യാൻ ടച്ച് മീ ഐ എം ഐസ് കോൾഡ് നൗ. ഐ ഡോണ്ട് നോ വാട്ട് ഐ എം സ്പീക്കിംഗ്. അബ്സല്യൂട്ട് ഫാൻ ഗേൾ മൊമെന്റ്. അപ്പോൾ അബ്രാം ഖുറേഷിനെ കാണാൻ, സ്റ്റീഫൻ നെടുമ്പള്ളിനെ നമ്മൾ കാണാനായിട്ട് ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാവരോടും എന്താണ് ലാലേട്ടനെ പറയാനുള്ളത്? ഓ ചെയ്യും. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. വാം വെൽക്കം. ഇതിലേക്ക് ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. കാര്യം സാധാരണ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിന് വളരെ സക്സസ്ഫുള്ളായി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കണം. അതിലേറ്റവും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാൻ. താങ്ക് യു സോ മച്ച്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ആൻ്റണി പറഞ്ഞ പോലെ ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു എമ്പുരാൻ. നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ തുടങ്ങുന്നത്. ഞാൻ സിനിമയിൽ വന്നിട്ട് 47 വർഷമായി. ഗോപാലേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ. ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത്. കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ മേഖലയിലേക്ക് വന്നു. പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ്, നസീർ സാറായാലും മധു സാറായാലും തെക്കുറിശി സാർ, എസ് പി പിള്ള സാർ, നെടുമുടി മനുഷ്യൻ, ഒരുപാട് പേരുടെ സുഖമായിട്ട് അല്ലെങ്കിൽ ഞാൻ ജയൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി രൂപിച്ചായിട്ട്. തമിഴിലാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ, അമിതാഭ് ബച്ചൻ സാർ, നാഗേശ്വർ റാവു സാർ, രാജ്കുമാർ സാർ, ഒത്തിരി പേരുടെ ഒരു അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ് ഞാൻ. അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സിനിമയല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ള സമയമില്ല. എന്തായാലും ഞങ്ങൾ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട്. വളരെ കാലം മുമ്പ് നമ്മൾ കലാപാനി എന്നൊരു സിനിമ എടുത്തു. അത് പാൻ ഇന്ത്യൻ അങ്ങനെയൊന്നും പറയുന്ന ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല. മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു. ഞാൻ വാനപ്രസ്ഥം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അതിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ്. അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല. നമ്മൾ പലപ്പോഴും സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആൻ്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത്. ആൻ്റണി എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 37 വർഷങ്ങളായി. അത് വലിയ വർഷമാണ്. അന്ന് ചേർന്നത് മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല.
എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും, ഒരു ചെറിയ സ്റ്റേജിൽ നിന്ന് എത്ര വലിയ സിനിമകൾ. അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ്. ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആൻ്റണിക്കില്ല. അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി. അതാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു നിമിത്തമാണ്. അപ്പോൾ അതിനെ ആദ്യം പൃഥ്വിയോട് നന്ദി പറയുന്നു, മുരളി ഗോപിയോട് നന്ദി പറയുന്നു, ആൻ്റണിയോട് വലിയൊരു നന്ദി പറയുന്നു. കാര്യം ഇതൊരു തോന്നലാണ്, അത് മെറ്റീരിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ആ തോന്നലിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ. ഇത് 34ാമത്തെ സിനിമയാണ്. 35ാമത്തെ സിനിമ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാരുമായിട്ടുള്ള ചിത്രം. എന്തായാലും ആൻ്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിൻ്റെ വിജയമാണ് എമ്പുരാൻ എന്ന സിനിമയുടെ തുടക്കം. ഇപ്പോൾ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം, ഈ കഥ 3 സിനിമകളായിട്ടാണ് വരുന്നത്. കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു കഥയുടെ രൂപമുണ്ട്, അതിനെല്ലാം അവർ തയ്യാറാണ്. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ സീക്വൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം, ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ വളരെയധികം വിജയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കിരീടം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നാടോടിക്കാറ്റിൻ്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സീക്വലുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളിങ്ങനെ 3 സിനിമ ചെയ്യും. എങ്ങനെ? ഇതിൻ്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ. അങ്ങനെ ലൂസിഫർ 50ാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ്, എമ്പുരാൻ. അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം നമ്മൾ പറയുന്നു എമ്പുരാൻ്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു 3rd പാർട്ടുണ്ട്. അത് എമ്പുരാൻ എന്ന സിനിമയുടെ സക്സസ്സിനെ അനുസരിച്ചിരിക്കും. കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ്. അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കണം. എന്തായാലും ഈ സിനിമയുടെ ഒരു 2 വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച്, അഭിനയം മാറ്റിവെച്ച്, അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, 2 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ അന്വേഷിച്ചായിരുന്നു. അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ പെയിൻ്റെ ഈ എന്താ ആൻ്റണിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആൻ്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി, ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാര്യം വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും, ഇത് വിദേശ രാജ്യങ്ങൾ USA, UK, ദുബായ്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ്. കാരണം ആ സിനിമയ്ക്ക് അത്രയും, അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ. അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത്. പലരും ചോദിക്കും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ്, ഞങ്ങൾ പറയുന്നില്ല. കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങിലാണ്. അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ സിനിമയാകില്ല. ഇപ്പോൾ 1000 കോടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ, അതുകൊണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല, ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കും. കാര്യം വട്ടെവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്തതല്ല ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി. അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങളുണ്ടായത്. ഗോപാലേട്ടൻ, എനിക്ക് ഏതാണ്ട് 45 വർഷമായിട്ട് അറിയാം അദ്ദേഹത്തെ. ഞങ്ങൾ മദ്രാസിൽ അന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ 45 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം കാണുമ്പോഴും അതേ ചിരിയും അതേ. പിന്നെ ഇതിലൊരു മനസ്സ് വേണം ഒരു സിനിമയെ സഹായിക്കാൻ. ഒരു ഗോപാലേട്ടൻ നമ്മൾ വിളിച്ച്, ഗോപാലേട്ടൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത്, അയ്യോ മോനെ അത് ഞാൻ കുറച്ച് കഷ്ടമാണ്, പിന്നെ ചിന്തിക്കാം. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനുമുമ്പ് അദ്ദേഹം എത്രയോ പ്രാവശ്യം നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. അത് സാധിച്ചില്ല, പല കാരണങ്ങളുകൊണ്ടാണ്. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോപാലേട്ടൻ ഞങ്ങൾ കാത്തിരുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട, വേറെ നന്ദി പറയേണ്ട മിസ്റ്റർ കൃഷ്ണമൂർത്തിയോടാണ്. തീർച്ചയായിട്ടും ഗണേഷ് പിള്ള, കൃഷ്ണമൂർത്തിയൊക്കെ വളരെയധികം. ഞാൻ ചോദിച്ചു എത്ര നാളായി വീട്ടിൽ പോയിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു 3-4 മാസമായിരുന്നു. ഞാൻ ആ 3-4 മാസത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളോടും മീഡിയയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ്. ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ. ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. 1350 സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത്.
ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ മിഡിൽ ശിവയിലത് 1000 ഒന്നുമല്ല, എത്രയാണ് ആൻ്റണി? 1000 നമ്പർ പറയാൻ നമുക്ക് പറ്റുന്നില്ല, അത്രയും. അതുപോലെ ജർമ്മനിയിൽ എന്തായാലും ഇങ്ങനൊരു വലിയ സിനിമ, ഇതൊരു നിമിത്തമാണ്, ഇത് സംഭവിക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. വി ക്രിയേറ്റഡ് സംതിങ് ബിഗ് ആൻഡ് വി ആർ പ്രസൻറ്റിങ് ഇറ്റ് യു. ഞങ്ങളൊരു കാര്യമുണ്ടാക്കി, അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഇതൊരു എൻ്റർടൈനർ ആണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ മേക്കിംഗ് ആണ് അതിൻ്റെ കലാമൂല്യം. നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കലാമൂല്യം. അത്തരത്തിൽ വളരെയധികം എന്താണ് വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കിയൊരു സിനിമയാണ്. ആ സിനിമ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും, സാറേ സിനിമ എന്തായി? കാര്യം ദാറ്റ് കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് അതൊരു വലിയ അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്നത്, ഇതൊരു ഒരു എന്താണ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെയും സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്ന്. എല്ലാവരും ചോദിക്കും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ. ഞാൻ പറഞ്ഞൊരു ബാഹുബലി, ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത്. ഒരു KGF അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ. അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത് എമ്പുരാൻ വഴിയാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ കൂടെ അഭിനയിച്ചവർക്ക്, ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക്, പ്രേക്ഷകർക്ക്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എമ്പുരാൻ നല്ലൊരു വിജയമായി മാറട്ടെ. നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവുകയാണ്. ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത്. നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. സോറി, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വാക്ക് അവരെ കുറിച്ച് പറയണം. ഈ സിനിമയുടെ മാർക്കറ്റിംഗ് നമുക്ക് തുടങ്ങാൻ സാധിച്ച ദിവസം മുതൽ എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചതിൻ്റെ പിന്നിലെ പ്രയത്നത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് കൃഷ്ണമൂർത്തി, ഗണേഷ്, ഓഫ് കോഴ്സ് എൻ്റെ നിർമ്മാതാക്കൾ. രണ്ടുപേരും എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ആശിഷ് ആന്റണി, അനീഷ് ആന്റണി. ഒന്ന് എണീറ്റ് വെക്കും. ആന്റണി പെരുമാറുന്ന മക്കളാണ്. അച്ഛൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള, അച്ഛൻ്റെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രണ്ടുപേരാണ്. ഇവരാണ് ഉറങ്ങിയിട്ടില്ലെന്ന് കുറച്ച് ദിവസമായിട്ട് കേട്ടോ. ഞാനും ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. രാത്രി 2 മണി 3 മണിക്കൊക്കെ ഞാനിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതെനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ സജീവ്, ഭയങ്കര ഫാൻസ് ആയിരിക്കുമല്ലോ മോഹൻലാൽ ഫാൻസിനിടയിൽ. സജീവ് ഉണ്ട്, ഉറങ്ങിയിട്ടില്ല സജീവൊക്കെ. വിപിൻ ഇവിടെ, വിപിൻ എൻ്റെ ടീം പെർഫാക്റ്റീവ് ഹെഡ് ചെയ്യുന്ന ആളാണ്. ഇവരാരും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. സിനിമ ഇൻഫാക്ട് ഒരു വലിയ സിനിമയ്ക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് അവസാന നിമിഷവും ജോലി തീരാതിരിക്കുക എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് നേരെ തിരിച്ചായിരുന്നു. ഞാൻ മാർച്ച് 3 സിനിമ സെൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ സിനിമയുടെ എല്ലാ വർക്ക്സും ഏറെക്കുറെ തീർന്നു. പിന്നെ ഒരു ഫൈനൽ മിക്സ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നൊക്കെ അത്തരം ഒരു പേരിന് ചെയ്യേണ്ട ജോലികളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്. അത് പിന്നെ തുടങ്ങി കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ലാലേട്ടനും ഞാൻ ഇന്ന് രാവിലെ തമാശയ്ക്ക് പറയായിരുന്നു, ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഇതിപ്പോ ഏത് സിറ്റിയാണ്, ഏത് ഹോട്ടലാണെന്ന് മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അതിന് കൂടെ നിന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. So now very quickly നമ്മൾ മീഡിയയ്ക്കായി ഫ്ലോർ ഓപ്പൺ ചെയ്യുകയാണ്. And we are inviting questions from the media. നമുക്ക് ടൈം വളരെ ലഭിച്ചതാണ്. എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ that will be helpful. Mic is here, so please. ഈ എമ്പുരാനെ കുറിച്ചിട്ട് ഇപ്പോൾ മോർ ദാൻ സിനിമ അത് പ്രൊമോട്ട് ചെയ്ത രീതിയും ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാം എമ്പുരാനാണ്. ചെന്നൈ പ്രൊമോഷൻസിലൊക്കെ ഞങ്ങൾ ഇതുവരെ കാണാത്ത ലാലേട്ടൻ്റെ ഒരുപാട് മൂവ്മെന്റ്സുകൾ ഞങ്ങൾക്ക് കാണാനിടയായി. ശരിക്കും ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതും രാജുവേട്ടൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ശരിക്കും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി അത് ലാലേട്ടൻ കുറച്ച് കഴിഞ്ഞ ഒരാഴ്ച ഇച്ചിരി ഫോമിലാണ് ആളവർക്കൊന്നും. അല്ല, നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ എടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാം എൻ്റെ മനസ്സിലൊരു പെർഫെക്റ്റ് ഒരു പ്ലാൻ
ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാൻ ഞങ്ങൾക്ക് കൃത്യം ഒരു ഡേറ്റിന് എന്ത് സംഭവിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 26-നാണ് ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് ഫെബ്രുവരി 26 കഴിഞ്ഞാൽ 27 എന്ത് സംഭവിക്കണം, 28 എന്ത് റിലീസ് ചെയ്യുന്നു, അങ്ങനെ കൃത്യം ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ പ്ലാനിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അങ്ങനെ ഞാൻ അങ്ങനെ സിനിമയെ സമീപിക്കുന്ന, അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, പല കാര്യങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയാതെ വന്ന് പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കംപ്രസ് ചെയ്ത് ചെറിയ സമയത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഭയങ്കരമായ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ആസ് എ ടീം. കാരണം ഒരു ക്രൈസിസ് വളരെ പെട്ടെന്ന് അതിജീവിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു റിലീസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കും. താങ്ക്സ് ടു ആന്റണി പെരുമ്പാവൂർ, താങ്ക്സ് ടു ഗോകുലം ഗോപാലൻ, താങ്ക്സ് ടു ഓൾ അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ്. ആ ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ ഈ പ്രൊമോഷൻസിലൊക്കെ കണ്ടത്. അല്ലാതെ പ്രൊമോഷന് പോയിരിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂവിന് ഏത് കോമഡി പറയണം എന്ന് പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ പോയത്. അത് പിന്നെ നമ്മളെങ്ങനെ എൻജോയ് ചെയ്തു, വി ജസ്റ്റ് ഹാഡ് ഫൺ. പക്ഷെ ഈ പറയുന്ന പോലെ ഞങ്ങൾ പോയ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പേഴ്സണൽ വലിയ ആവേശത്തോടെ, വലിയ ഹാപ്പിനെസ്സോടുകൂടി, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ടീമിനെ സ്വീകരിച്ചത്. അപ്പൊ മേ ബി നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം ഒരുപക്ഷെ ഇതിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിന് റിലീസിന് ശേഷം ഈ കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായിരുന്നിരിക്കാം. ഐ ഡോണ്ട് നോ. നമ്മൾ ഏത് സംസ്ഥാനത്തിൽ പോയാലും ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട്, ഞങ്ങൾ ഡൽഹിയിൽ പോയി, വി നെവർ എക്സ്പെക്ടഡ് അവിടുത്തെ മീഡിയ ലൂസിഫറിനെ കുറിച്ചൊക്കെ വളരെ ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളത്. മേ ബി അതായിരിക്കാം കാരണം. ഐ എം forever grateful for it. എപ്പോഴും I'll be humbled by the love towards the film that I've made. ഈ സിനിമയ്ക്ക് പിന്നിലെ എല്ലാ എമ്പുരാന്മാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇവിടെ മലയാള സിനിമ മാത്രമല്ല, ഒരു മലയാള വാക്ക് തന്നെ ഭാഷകളുടെ അതിവഴം വിട്ട് പാൻ ഇന്ത്യനായി പോയിക്കാണ്. ആരാണ് എമ്പുരാൻ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത് അത് മതിയെന്ന് തീരുമാനമെടുത്തത്? മുരളി ഗോപി. മുരളിയുടെ മറ്റൊരു പേര് ആരുടെയും മനസ്സിലായിരുന്നു എമ്പുരാൻ മതി എന്നുള്ള തീരുമാനം? ഇല്ല, 1-2 പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എമ്പുരാൻ എന്ന പേര് സെലക്ട് ചെയ്തത് മുരളി ഗോപിയാണ്. ഈ സിനിമയ്ക്ക് എമ്പുരാൻ എന്ന പേരിടുന്നത് ഞങ്ങൾ ആ ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക. അത് എഴുതിയത് മുരളിയാണ്. ആ സോങ് എഴുതി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇതാണ് അടുത്ത സിനിമയുടെ പേര് എന്ന് മനസ്സിൽ വെച്ചത്. മുരളിയുടെ പേര്. ട്രെയിലർ കണ്ട സാഹചര്യത്തിൽ മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും രോമാഞ്ചം അന്നു മുതൽ തുടങ്ങിയ, പിന്നീട് ഓരോ ദിവസവും കഴിയാൻ തോറും എന്താണ് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരംഗം നമ്മളെക്കാട്ടിയും നെഞ്ചിലേറ്റുന്നത് ഒരു ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഭയങ്കര വലിയ സന്തോഷം. നമുക്കൊണ്ടൊരു KGF, നമുക്കൊണ്ടൊരു ബാഹുബലി എന്നൊരു ഫീലാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളൊരു 7 വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ലൂസിഫർ ഈ മജീദ് ചേർത്ത് പറഞ്ഞ ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു ന്യൂസ്. അതൊക്കെ ലൂസിഫർ ഇറങ്ങി, അത് ബ്ലോക്ക് ബസ്റ്റർ ആകും, അറിയാം, പൃഥ്വിക്ക് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനൊന്നും അല്ലല്ലോ അന്ന് ഞാൻ കേട്ടത്. അപ്പം അത് കഴിഞ്ഞ് ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഫ്രാഞ്ചൈസിയാണ്. ഇപ്പൊ നേരത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ന്യൂ കമർ ഡയറക്ടർ എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ന്യൂ കമർ ഡയറക്ടർ ഇത്രയും 3 സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത്, അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്ന്. ആ ന്യൂ കമർ ഡയറക്ടർ 100-ലധികം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ. അല്ല, ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് വന്ന സമയം മുതൽ, എനിക്കൊരു 18 വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ നടനാവുന്നത്. അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് എന്നാണ് ചോദിച്ചോണ്ടിരുന്നത് ആക്ച്വലി. അതിങ്ങനെ ഒരു വഴി കൂടെ പോകുന്നു. വൈറൽ വീഡിയോയെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോഴൊരു ചിരിയോടുകൂടി പറയുന്നു, ഞാൻ ഇതുവരെ സക്സസിൽ എത്തിയിട്ടില്ല, ഞാൻ കണ്ട ഡ്രീമിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ ഡ്രീമിലാണ് നിൽക്കുന്നത്. അപ്പം ഇതുവരെ എത്തിയിട്ടുള്ള ഈ സക്സസ് മന്ത്രം എന്തായിരിക്കും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ? ഇല്ല, അതിനൊരു മന്ത്രം എന്ന് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ. ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അത് പറയുമ്പോഴും ഭാഗ്യം എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട്. അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. അങ്ങനെ ജോലി ചെയ്യാനൊരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരു അവസ്ഥയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എൻ്റെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യുമ്പോൾ
ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയും ഒക്കെ ഇത്രയും ക്ലൗട്ടും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എൻ്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്താണ് എൻ്റെ വിജയം സംഭവിക്കുന്നത്. ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു ആന്റണി പെരുമ്പാവൂരും ഒരു മോഹൻലാലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത്. കാരണം യു നീഡ് പീപ്പിൾ അറൌണ്ട് യു ടു ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഭാര്യയും മോളും ഉണ്ട്. മറ്റാരേക്കാളും എൻ്റെ സ്വപ്നങ്ങളിലും എന്നിലും ബിലീവ് ചെയ്യുന്നത് എൻ്റെ വൈഫും എൻ്റെ മോളുമാണ്. എൻ്റെ അമ്മ എന്നെ വളർത്തിയത് ബിലീവ് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞാണ്. എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മേ ബി ഐ എം ബ്ലെസ്ഡ് വിത്ത് ഗ്രേറ്റ് ചൈൽഡ്ഹുഡ്, ഐ എം ബ്ലെസ്ഡ് വിത്ത് എ വെരി ഹാപ്പി ഹോം. എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയും ഒരു അച്ഛൻ്റെ സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു മോളും ആ സ്വപ്നങ്ങളിൽ പങ്കുചേരണമെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും കളീഗ്സും ഒക്കെ ഉള്ള ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ. ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സംശയം, അതായത് ഈ ലൂസിഫർ റിലീസായ സമയത്ത് അതേപോലെ തന്നെ ഹിറ്റായ ഒരു പദം വരുന്നു, ഇലുമിനാറ്റി എന്ന് പറയുന്നത് പദം. അപ്പോ ഈ ഇലുമിനാറ്റി അതിനൊക്കെ മുമ്പേ വളരെ ഹിറ്റാണ് ആക്ച്വലി. പക്ഷേ ലൂസിഫറിലാണ് ഇതിലൂടെ ഹിറ്റ് ആവുന്നത്. പക്ഷെ പ്രത്യക്ഷമായിട്ട് അതിലൊന്നും പറയുന്നുമില്ല, പരോക്ഷമായിട്ട് പലതും കാണിക്കുന്നുണ്ട്. റോസ്റ്റൽ ഫാമിലിയും ഒപ്പം തന്നെ ആ നമ്പറും എല്ലാം. ഈ എമ്പുരാനിൽ അങ്ങനെ ഉണ്ടാവുമോ? പ്രത്യക്ഷമായിട്ട് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ഇലുമിനാറ്റി ആകും? നിങ്ങൾ ഇലുമിനാറ്റിക്കാരെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കി സംസാരിക്കും. ആദ്യമായിട്ട് ഈ ഒരു മലയാള സിനിമ ഐമാക്സ് ഫോർമാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇത് നേരത്തെ പ്ലാനിലുണ്ടായിരുന്നോ? എന്തായിരുന്നു അതിനുള്ളത്? ആക്ച്വലി നല്ല ചോദ്യം, താങ്ക് യു. ഇല്ല, നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു. ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമോഫിക് ഫോർമാറ്റിലാണ്. അനമോഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ക്യാപ്ചർ ഫോർ ഐമാക്സ് മാസ്റ്ററിംഗ്. ഐമാക്സിലായിരുന്നുവെങ്കിൽ ഐ ഷുഡ് ഹാവ് ഷോട്ട് ഇറ്റ് ഐദർ വിത്ത് ഫുൾ ഫോം. ഞാൻ ക്ലാസ് എടുക്കുന്നതായിട്ട് ഓക്കെ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ഐദർ ഷോട്ട് വിത്ത് ഫുൾ ഫോർമാറ്റ് ലെൻസസ് അല്ലെങ്കിൽ ഇപ്പോൾ അലക്സയുടെ 65 എന്ന് പറയുന്ന ഒരു പുതിയ ഐമാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിംഗ് മെക്കാനിസം ഉണ്ട്. അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത്, ഞാൻ അനമോഫിക്സിലാണ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ടീസർ റിലീസായ ദിവസം ജനുവരി 26-നാണ് ടീസർ റിലീസായത്. ജനുവരി 27-നോ മറ്റോ US ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐമാക്സിന്റെ ഹെഡ് എന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അദ്ദേഹമാണ്, അതെ, താങ്ക്സ് ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതിനൊരു താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റഫർ ടിൽമൻ, ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് we just saw your film's footage and we truly believe that this needs to be showcased on IMAX across the world എന്ന് ഇങ്ങോട്ട് പറയുകയും ക്രിസിന്റെ താല്പര്യപ്രകാരമാണ് ഈ സിനിമ നമ്മൾ ഐമാക്സിലേക്ക് മാസ്റ്റർ ചെയ്ത് ഐമാക്സിൽ കാണിക്കുന്നത്. ഹാവിംഗ് സെഡ് ദാറ്റ്, ഞാൻ ഐമാക്സ് മാസ്റ്ററിന്റെ കുറെ ഫുട്ടേജ് കണ്ടു. ദ വിഷ്വൽ ക്വാളിറ്റി ഈസ് മൈൻഡ് ബ്ലോയിങ്. അവർ ബ്യൂട്ടിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ. ഇസ് ഇറ്റ് ഓപ്റ്റിമൈസ്ഡ് ഫോർ ഐമാക്സ് സ്ക്രീൻസ് ആൻഡ് ഐമാക്സ് പ്രൊജക്ഷൻ? ഐ ഷുഡ് ബി ഓണസ്റ്റ്, അല്ല. ഇനിയിപ്പോൾ ക്രിസുമായിട്ടൊരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോൾ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം. ഇവിടെയാണ് ചോദ്യം. ഇപ്പൊ ഇന്ത്യയിലൊട്ടാകെ നടന്ന പ്രൊമോഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റാണ് കേരളത്തിലെത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ട കുറേ പ്രൊമോഷനിൽ ഓരോ ഇന്റർവ്യൂവിലും ലാലേട്ടൻ്റെ ചിരിയും കളിയും തമാശകളും കണ്ടു. ഒത്തിരി ടെൻഷൻ അടിച്ച് ഇവിടെ ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു പ്രൊഡ്യൂസർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു. എപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അത്ര എൻജോയ് ചെയ്ത ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു ലാലേട്ടൻ ഫീൽ? ഞാൻ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് തെറ്റാണോ? ഏറ്റവും നല്ലതായിരുന്നു. അല്ല, അങ്ങനല്ല. നമുക്ക് ഈ അതിനൊരു മലയാളത്തിൽ ഏറ്റവും ജനിത്ത വെബിലി സോറോസ് ഹാപ്പിനെസ് എന്ന് പറയും. എല്ലാ സങ്കടത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം എന്നാണ്. അപ്പോൾ അതായത് നമ്മളും കൂടെ ഓൾറെഡി ആന്റണി സ്കാനിങ്ങിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്നതിന് ഒരാൾ സന്തോഷത്തിലിരിക്കാതെ വിചാരിച്ചു. അല്ലല്ലോ, അങ്ങനല്ല. നമ്മളെ ഒരു ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു, അതിൽ ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്കൊരു 10-12 ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോറിയൻറ്റഡ് ആവും. നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചില തമാശകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലായിരുന്നു സിനിമയെ സംബന്ധിച്ച്. ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ വെതർ, ക്ലൈമറ്റ്, അതിൻ്റെ ലോജിസ്റ്റിക്സ്, യാത്രകൾ, അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ അതെല്ലാം
പൃഥ്വിക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയേണ്ട, ഒരു ഞങ്ങളുടെ യൂണിറ്റ് 300, 400, 500 പേരൊക്കെ ഉള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു. അവരെ ലഡാക്കിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ പെട്ടെന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം. ലാലേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ല. കാരണം ഇപ്പൊ പിന്നെ ചോദിക്കാതിരിക്കുന്നല്ലേ. അല്ല ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്ദിയാണ് സത്യം പറഞ്ഞ. എന്താണ്? അതായത് ലാലേട്ടനെ എപ്പോ കണ്ടാലും, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലേട്ടനെ, ആദ്യമായിട്ടാണ് ലാലേട്ടനോട് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ്. ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന്, മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ള ലാലേട്ടാ പറയാൻ. ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവിനെ തന്നെ തുടങ്ങിയത്. നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ്. കാര്യം നിങ്ങൾ തന്നെയാണ്, ഈ നന്ദി തന്നെയാണ് മോഹൻലാൽ എന്ന ഈ നടനെ 47 വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത്. വളരെയധികം രാജുവേട്ടാ, എമ്പുരാൻ സിനിമയാണ് ഒരു കാര്യം വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ നോക്കി കാണുന്നത്. അപ്പോ ഈ ഹൈപ്പ് റിയൽ ആണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾ പ്രസ് മീറ്റിൽ പറയുന്നത് കേട്ടു, അവരുടെ കടങ്ങളടക്കം ഈ സിനിമ മാറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന്. അപ്പൊ ചോദ്യം ഇതാണ്, പൃഥ്വിരാജ് കുമാരൻ എന്ന ഡയറക്ടർക്ക് ഈ ഹൈപ്പ് നോക്കി കാണുമ്പോ ഹാപ്പിയാണോ അതോ പേടിയുണ്ടോ? എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു സിനിമയുടെ മുകളിൽ അത്രയും പ്രതീക്ഷയുണ്ടെന്നും അത്രയും ആൻറ്റിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം എനിക്കുണ്ട്. ഞാനൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എൻ്റെ മനസ്സിൽ പൂർണ്ണമാക്കിയപ്പോൾ അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഇന്നിപ്പോൾ ഈ പ്രസ് മീറ്റിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും സംസാരം തുടങ്ങി, ഇത് ചിലപ്പോൾ ഫീസിബിൾ ആവും കേട്ടോ, കാരണം റിലീസിന് മുമ്പ് തന്നെ ഇപ്പോൾ ഇതിൽ ഇത്രയും റിക്കവറി നടന്ന സ്ഥിതിക്ക് ഇത് ചിലപ്പോൾ ഫീസിബിൾ ആയേക്കാം എന്നിപ്പോൾ ഒരു സംസാരം തുടങ്ങി. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്ന 80 കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസിബിൾ ആയേക്കാമെന്ന് പറയുന്ന പോലെ അല്ല 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നത്. അന്ന് ശ്രീ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നെങ്കിൽ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല. അന്ന് എന്നോട് ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഇത് എങ്ങനെ ഇത് നമുക്കൊരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരമില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഉത്തരം, ഇതൊരു വലിയ സ്വപ്നമാണ്. ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന പോലൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചാൽ ഇത് എല്ലാ മലയാള സിനിമ സ്നേഹികളുടെയും ഒരു കളക്റ്റീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ. അത് വിശ്വസിച്ചതിന്, അന്ന് എന്നോടൊപ്പം നിന്നതിന്, മുരളിയുടെയും എന്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആന്റണി പെരുമ്പാവൂരിനോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല, ഇന്ന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരൊന്നും അങ്ങനെ എൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഈ ആഘോഷം നമ്മൾ നടത്തുമോ? ഇത്ര വലിയൊരു ഇത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇതൊരു മേ ബി ഒരു ലെസൺ ആണ്, മേ ബി ഇതിലൊരു പാഠമുണ്ട്. സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച്, ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ കഴിവുള്ള കാലിബറുള്ള ഫിലിം മേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക്. റിലീസിന് ശേഷം ഞാൻ പറയാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്ട് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു മേജർ OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരു സൂം കോളിൽ എന്നോടൊരു നറേഷൻ ചോദിച്ചു, അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഈ സൂം കോളിൽ ഒരു നറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫിലെ പടം തുടങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി. ഞാൻ ആ സീൻ നറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ ഷൂട്ട്, എങ്ങനെയാണ് ഇത് പുൾ ഓഫ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലൊരു ഒരു മെത്തേഡ് ഉണ്ട്, അത് എടുക്കാൻ പറ്റും. പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് പറഞ്ഞു. അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ ലിസണിങ്, ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്ത് കേട്ടോ.
അതാണ് ഒരു സ്വപ്നത്തിൽ ബിലീവ് ചെയ്യുന്നതും ബിലീവ് ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇതെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും ഒരു സീനിൽ പോലും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടില്ല. We'll be moving to last 3 questions. ഒരു 3 questions കൂടെ നമുക്ക് എടുക്കാം. ആന്റണി ചേട്ടാ, ഇപ്പോ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്നുള്ളൊരു പേര് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. പക്ഷെ ഇതൊന്നും വരാത്തൊരു കാലത്ത് മോഹൻലാൽ സാറിന്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആന്റണി ചേട്ടനായിരുന്നു. ഇത്രയും മനോഹരമായിട്ട് ആ ഒരു നടനെ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എമ്പുരാൻ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിക്ക് തന്നെ മോഹൻലാൽ സാറിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നിയത്? ആ തോട്ട് എവിടെ നിന്നാണ് വന്നത്? അല്ല, നമ്മൾ സിനിമ കണ്ട് തുടങ്ങുന്ന കാലം മുതൽ മോഹൻലാൽ സാറിന്റെ സിനിമകള് പ്രേക്ഷകരായിട്ടിരുന്ന് കണ്ട് കൊതിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ, 25-26 വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷെ അതിനേക്കാൾ വലിയ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അന്ന് മുതലുള്ള ആ ഒരു സക്സസിൽ നിന്ന് നമ്മളിപ്പോൾ വളർന്ന് നമ്മൾ ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം, ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ലാൽ സാറ് പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്ന ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്കതിന് സാധിച്ചു. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല. ഒരു സ്വപ്നം, ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ കൂടെ എനിക്ക് നല്ല കുറേ ആൾക്കാരെ കിട്ടി. അതിൽ രാജുവിനെ എനിക്ക് കിട്ടി. എൻ്റെ സ്വപ്നങ്ങൾ നടത്തിത്തരാൻ പാകത്തിന് ലാൽ സാറിനെ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ യാത്ര ചെയ്തു. ആന്റണി ചേട്ടാ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പൊ നിലവിൽ ഈ സിനിമ ആന്റണി ചേട്ടന്റെ സ്വപ്നം സഫലമാക്കാൻ ഗോപാലൻ ചേട്ടൻ വരുന്നു, തമ്പുരാക്കന്മാരെ പോലെ തമ്പുരാനെ പോലെ എമ്പുരാനെ സ്വീകരിച്ചു. പക്ഷെ ഇപ്പോഴും ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ ഇതിലുണ്ടോ? ഇപ്പൊ നമ്മൾ കാണുന്ന ഇവിടെ ലൈക്കയുടെ പോസ്റ്റിൽ വരുന്നു. ഇങ്ങനെയൊക്കെ ലൈക്ക ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ? എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ ഈ സിനിമ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംസാരിച്ചതാണ്. ഞാൻ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ബാനറാണ് മുൻപ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എടുത്തത്. അപ്പോൾ നമ്മളങ്ങനെ ഒന്നിച്ച് വേറെ അങ്ങനെ ഒരു അസോസിയേഷനിലൊന്നും സിനിമ എടുത്തിട്ടില്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം എല്ലാം ഓൺ പ്രൊഡക്ഷനായിട്ട് തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചത്. അപ്പോൾ ഇത് വലിയൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക മാത്രമല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, അതായത് രാജു ഈ സിനിമ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് എന്നാൽ പറ്റാത്തത്ര രീതിയിൽ ഇതിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു ആരെങ്കിലുമായിട്ട് എനിക്കൊരു അസോസിയേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ലൈക്ക എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അതിലങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. പിന്നെ സിനിമ നിർമ്മിക്കുന്ന സമയത്തുണ്ടാകാവുന്ന ചില എന്താ പറയുക ഒരു യാത്രയിലൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് ആ ചർച്ചകൾ ഒരു നന്നായി വന്നില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് 2 പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പോൾ ഈ സിനിമയുടെ പിന്നിലുള്ളത്. അത് ഒന്ന് ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോപാലൻ സാർ, ഗോകുലം ഗോപാലൻ സാറാണ് ഇപ്പോൾ നിലവിൽ ഈ സിനിമയിലുള്ളത്. ലാസ്റ്റ് 1 question, അവസാനത്തെ ചോദ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രാൻസിൽ ഷൂട്ട് ചെയ്യണം, റഷ്യയിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറയാൻ നേരത്ത് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് പ്രത്യേക ഇല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ തന്നെ വിസ എടുത്ത് പ്രത്യേകം അങ്ങോട്ട് പറഞ്ഞു വിടാനും പിന്നീട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനും ഒക്കെ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, പ്രത്യേകോട് ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് തോന്നുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് എന്തുകൊണ്ടെന്ന് ഈ സിനിമ പോയി കണ്ടാൽ മനസ്സിലാവും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സിനിമ എടുത്ത് സക്സസ്ഫുൾ ആക്കിയാലേ അടുത്ത സിനിമ എടുക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടും തരാറുണ്ട്. അത് കാരണം ഇവിടെ കൊടുത്തു വിടുന്നു. അവിടെ ഞാൻ കൊടുക്കണമെന്നില്ല, പുള്ളിയുടെ തന്നെ സ്വന്തം കാർഡ് എടുത്താലും ചെലവ് ചെയ്തോളൂ. ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനും കൂടെ പോകാനുണ്ട്. ഒരു ഡ്രോൺ ഷോ ആണ്. അത് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഡ്രഗ്സ്, നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു. നിങ്ങളുടെയൊക്കെ സന്തോഷത്തോടെ Yes, thank you so much. കാര്യം പറഞ്ഞതുപോലെ മറ്റൊരു ഷോക്ക് അവർക്ക് പോകേണ്ടതുണ്ട്. So we are winding up. വളരെ ഒറ്റ ചോദ്യം, ഭയങ്കര അത്യാവശ്യമാണ്. ഒറ്റ ചോദ്യം. പണ്ട് പറഞ്ഞിട്ടുണ്ട്
എന്റെ പിള്ളേരുണ്ടടാ എന്ന് ലൂസിഫർ കാണാത്ത ആളുകൾക്ക് എമ്പുരാൻ കാണാൻ സാധിക്കുമോ? ലൂസിഫറിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണോ? എങ്ങനെയാണ് ലൂസിഫർ കാണാത്ത ആളുകളോട് എന്താണ് രാജു പറയാനുള്ളത്? ഞാൻ ആക്ച്വലി പല പ്രാവശ്യം പല മാധ്യമങ്ങളിൽ ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യ 2 ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും സ്റ്റാൻഡ് അലോൺ സിനിമകളായും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ലൂസിഫർ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് ഇതിനൊരു സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2ാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിലൊരു കഥ മനസ്സിലാവുകയോ അല്ലെങ്കിൽ പ്ലോട്ട് മനസ്സിലാവുകയോ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു ഫുള്ളി കോംപ്രിഹെൻസിബിൾ ഒരു സിനിമയാണെന്നാണ് എന്റെ നിഗമനം. ഓഫ്കോഴ്സ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗിന് എന്തിനാ കൈയടിക്കുന്നതെന്നൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അതൊരു റീകോൾ വാല്യൂ, ത്രോ ബാക്ക് എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഈ ചോദ്യം കഴിഞ്ഞിട്ട് ചിലപ്പോ പോട്ടെ. ഉറപ്പായും പണ്ട് പറഞ്ഞത് എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പിള്ളേരാണ് ഫുൾ പവർ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആ ആരാധകരോട് ആരാധകരെ കുറിച്ച് നമുക്ക് പിള്ളേരുണ്ടെന്ന് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയല്ലേ അല്ലേ? അവരോട് എന്താ പറയണ്ടേ? ഞാൻ തുടങ്ങിയത് തന്നെ വലിയൊരു നന്ദിയോടല്ലേ. ആ പിള്ളേരുടെ പിള്ളേരും നമ്മുടെ കൂടെ നിൽക്കട്ടെ. അവസാനമായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് പിക്ചർ എടുത്ത് വൈൻഡ് അപ്പ് ചെയ്യാം. സോ റിക്വസ്റ്റിംഗ് എവരിവൺ ടു കൈൻഡ്ലി കം ക്ലോസ് ടുഗദർ. അതോടൊപ്പം സ്റ്റേജിലേക്ക് ഈ ഒരു മൊമെന്റിൽ കൃഷ്ണമൂർത്തി സാറിനെ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. തുടക്കം മുതൽ എല്ലാവരും മെൻഷൻ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്ക്. Also let me welcome Ashish Anthony and Anisha Anthony as well to join us on stage. എത്രയും പെട്ടെന്ന് ഓടിച്ചാടി സ്റ്റേജിലേക്ക് വന്നാൽ we'll have this group picture together. Please അവരെ ഒന്ന് സ്റ്റേജിലേക്ക് കടത്തി വിടാനായിട്ട് മീഡിയ ഫ്രണ്ട്സ് പ്ലീസ്. Yes, you can jump onto the stage. ആശീർവാദ് ടീം മെമ്പേഴ്സിനെ കൂടെ വേദിയിലേക്ക് ഈ ഒരു നിമിഷം സ്വാഗതം ചെയ്യുകയാണ് to join for the group picture with Laletan with our very own Prithviraj Sukumaran. So yes, എമ്പുരാൻ മാർച്ച് 27th നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. We have Sri Sujit sir as well joining us on stage. So മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ എമ്പുരാന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ നമുക്ക് മുന്നിലേക്ക് എത്തി നമ്മളോട് സംസാരിച്ചതാണ്. Now that's a group picture of everybody here on stage. So thank you so much. Thanking Laletan, Rajuvetan, Tovino, Anthony. So yes, woohoo! Thank you so much. A big round of applause everybody to that spirit. So thank you so much. നമുക്ക് എല്ലാവർക്കും തിയേറ്ററുകളിൽ തന്നെ എമ്പുരാൻ കണ്ട് എൻജോയ് ചെയ്യാം. ലാലേട്ടനായി അബ്രാം ഖുറേഷിക്കായി ആർപ്പ് വിളിക്കാം. Let's wait for Empuran to hit on theaters tomorrow everybody on 27th March 2025. മൈക്ക് എടുത്തവിടെ അതിനുകൊണ്ട് മൈക്ക്